ശ്യാമേ, കുറേ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യം, ആരായി പോരാളി ഷാജി? ആർക്കും അറിയില്ല, പാർട്ടിക്ക് പോലും അറിയില്ല. ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഈ പാർട്ടിക്ക് അറിയില്ല. ഞാനും കുറേ കാലമായിട്ട് അന്വേഷിക്കുന്നു പോരാളി ഷാജി ആരാണ്. ചില സമയത്ത് ഈ പോരാളി ഷാജി ലെവലിലേക്ക് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഈ ഇടതുപക്ഷ നേതാക്കളൊക്കെ തരം താഴുമ്പോൾ നിങ്ങളാണ് പോരാളി ഷാജി എന്ന് നമ്മൾ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പം നിങ്ങൾ തന്നെ പോരാളി ഷാജി. പക്ഷേ ഒരു കാര്യം പറയാം, എ റഹീം, ഇ പി ജയരാജൻ ഇങ്ങനെ കുറെ പേരുടെ ശത്രുവാണ് പോരാളി ഷാജി. മരുമകന്റെ ശത്രുവാണ്. ഇങ്ങനെ കുറെ പേരുടെ ശത്രുവാണ് പോരാളി ഷാജി. റഹീമിനെതിരെയൊക്കെ പച്ചക്ക് എഴുതിയിട്ടുണ്ട്. പണ്ട് മുതലേ ഉള്ളൊരു ചാനലാണ് ഇടതുപക്ഷത്തിന്റെ അനുഭാവികൾ ഫോളോ ചെയ്യുന്ന 10 ലക്ഷത്തിന് മുകളിൽ പാർട്ടിയെ എതിർത്ത് നിന്നപ്പോൾ 8.5 വന്നു. അതെ, പിന്നെയും കയറിപ്പോയി. പാർട്ടി ഇടയ്ക്കിടയ്ക്ക് പോരാളി ഷാജിയെ തെറി പറയുന്നുണ്ടെങ്കിൽ പോലും പാർട്ടിക്ക് ഇഷ്ടമാണ് പോരാളി ഷാജിയെ, അല്ലേ? പാർട്ടി പോരാളി ഷാജി പറയുന്നതൊക്കെ പാർട്ടി എന്താണ് മൗനസമ്മതത്തോടു കൂടി പാർട്ടി നിൽക്കുന്നുണ്ട്. പല കാര്യങ്ങളും പറയും. ചില കാര്യങ്ങളിൽ പോരാളി ഷാജിയുടെ ശബ്ദം സാധാരണ പാർട്ടി പ്രവർത്തകർ തങ്ങളുടെ ശബ്ദമായി ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. അതാണ് കെ ശൈലജ ടീച്ചറെ മന്ത്രിയാക്കാതിരുന്നപ്പോൾ പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത്രത്തോളം വൈറലാവാനും CPM അത് കയറി കൊള്ളാനുമുള്ള കാരണം. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാം? പക്ഷേ ഈ പോരാളി ഷാജി എന്ന് പറഞ്ഞ മാതിരി തുടങ്ങിയിരിക്കുന്ന പേജുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ടുണ്ടോ? അത് പവൻ കല്യാണാണ്. പവൻ കല്യാൺ ആരാ? ഇപ്പം നരേന്ദ്രമോദിയെ താങ്ങി നിർത്തുന്ന പവൻ കല്യാൺ, ജനസേനാ പാർട്ടിയുടെ നേതാവാണ് പവൻ കല്യാൺ. അതായത് BJPയുടെ കൂടെ നിൽക്കുന്ന പവൻ കല്യാണാണ് പോരാളി ഷാജി എന്ന് പറഞ്ഞത് ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. പവൻ കല്യാൺ ആണെന്ന് അവർക്ക് അറിയില്ല. പിന്നെ പോരാളി ഷാജിക്കും അറിയില്ല ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന്. അപ്പൊ മണ്ടന്മാരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതിൽ തർക്കമില്ല. അത് ആൾക്കൂട്ടമാണ്. അതാ പറഞ്ഞത്, മണ്ടന്മാരാണെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കത് ഉറപ്പിക്കാം. പിന്നെ ഈ പോരാളി ഷാജിയെ ഇന്ന് വന്ന വാർത്ത അനുസരിച്ച് നമ്മുടെ ജയരാജൻ, MV ജയരാജൻ തള്ളി പറഞ്ഞു. MV ജയരാജൻ നമ്മുടെ ശുംഭൻ ജയരാജൻ ഉണ്ടല്ലോ, നമ്മുടെ ജഡ്ജിമാരൊക്കെ ശുംഭന്മാരാണെന്ന് പറഞ്ഞു ജയരാജൻ. പക്ഷെ അവന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറിയിട്ട് LDFന്റെ നേതാക്കളാണ് വന്നേക്കുന്നത്, തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ഗ്രില്ല് പിടിച്ച് ആ ജയരാജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പോരാളി ഷാജി ചെങ്കോട്ട എന്നൊക്കെ പറയുന്ന ഈ ഇത്തരത്തിലുള്ള ഈ ഇടതുപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ കൂട്ടത്തിൽ പ്രധാനമായിട്ട് വേറൊന്നുണ്ട്, റെഡ് ആർമി. അതിനെക്കുറിച്ച് ജയരാജൻ മിണ്ടിയിട്ടില്ലെന്ന്. ജയരാജൻ മിണ്ടാത്ത റെഡ് ആർമി എന്ന് പറഞ്ഞത് PJ ആർമി എന്ന് പറയുന്നതാണ് പിന്നീട് റെഡ് ആർമി ആയിട്ട് പറയുന്നത്. കണ്ണൂരിൻ താരകമല്ലു ചെഞ്ചൂരപ്പുൻ കതിരല്ലു എന്ന് പറഞ്ഞിട്ട് അത് ആ പേജിലാണ് ആ പാട്ട് വരുന്നത്. പിന്നിൽ അവര് തന്നെയാണ്, പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെയാണ്, പാർട്ടി പ്രവർത്തകരാണ്. പിന്നെ ഇത് ഒരു കൂട്ടം, ഒരാൾക്കൂട്ടമാണ്. ഇത് ഒരു വ്യക്തിയല്ല, ഒരേ ഒരു വ്യക്തി. ഇപ്പം ഈ പോരാളി ഷാജി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഇതൊരു കൂട്ടമാണ്. ആ കൂട്ടത്തിൽ ഈ പാർട്ടിയെ അനുകൂലിക്കുന്നവരുണ്ട്, ഈ നേതാക്കളെ അനുകൂലിക്കുന്നവരുണ്ട്, സാധാരണ ഇച്ചിരി വീര്യം കൂടിയവരുമുണ്ട്. പിന്നെ ഇത് ബൗദ്ധിക തലത്തിൽ പ്രവർത്തിക്കുന്നവർ എന്ന രീതിയിൽ പോസ്റ്റ് ഇടുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് പേടിത്തൊണ്ടന്മാരുമാണ്. പാർട്ടി വരട്ടുമ്പോൾ ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ചെയ്തിട്ട് മുങ്ങും. പേജ് ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാവും. പാർട്ടി വരട്ടുമ്പോൾ പാർട്ടി വരട്ടിയാലും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് ഈ പറയുന്ന റെഡ് ആർമിയുള്ളൂ. അവന്മാരെ അധികം അങ്ങോട്ട് കയറി കൈകാര്യം ചെയ്യാൻ പാർട്ടി നിൽക്കാറില്ല. പാർട്ടി അവന്മാരെ കൈകാര്യം ചെയ്യാൻ ഒരു ലിമിറ്റിലൊക്കെ നിൽക്കാറുള്ളൂ. അവന്മാർ ഈ PJ രാജനെതിരെ PJ ആർമി ആയിരുന്നു ആദ്യം. PJ ആർമിയാണ് കണ്ണൂരിൻ താരകമല്ലോ എന്നുള്ള അതിൽ വരുന്ന പാട്ടാണ്, അതിലാണ് ഈ പാട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നവർ. അപ്പോൾ പാർട്ടി ഈ വ്യക്തി പൂജ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടായി. പക്ഷേ ഇവന്മാർ നല്ല രീതിയിൽ കട്ടയ്ക്ക് നിന്നു. അല്ല, അതിനുശേഷം ഉണ്ടല്ലോ, ഞാനത് ഓർക്കുന്നു. അതായത് P ജയരാജൻ വ്യക്തിപൂജ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് P ജയരാജനെതിരെ പറഞ്ഞു തുള്ളുന്നു പാർട്ടി. അതിനുശേഷമാണല്ലോ നമ്മുടെ ഇന്നീ കേരളം ഭരിച്ചിടും 100 കോടി അഭിവാദ്യങ്ങൾ. അതിനൊന്നും ചോദ്യം ചെയ്യാത്ത അത് പിണറായിയാണ്, ഇത് P ജയരാജനാണ്. അല്ല, പിണറായി ജയരാജനും ഒരേ റേഞ്ചിൽ വരുന്ന റേഞ്ചിൽ എങ്ങനെയാ വരുന്നത്? P ജയരാജനും പിണറായി അങ്ങനെയാണ്. ഇപ്പൊ പിണറായി പിന്നെ വല്ല ഇതിലും ഇരിക്കണം. പവർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കണ്ണൂരിലെ പവർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പിണറായി ഇപ്പം CPMന്റെ മറ്റേ മരുമോൻ വഹിക്കുന്ന ഇതിനകത്തിരിക്കണം. P ജയരാജൻ മുഖ്യമന്ത്രിയാവണം കണ്ണൂരിൽ അവരുടെ ഒരു റേഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞു. പക്ഷേ ജയരാജൻ പിണറായി പണ്ട് തൊട്ടേ പണി തുടങ്ങി. ഏതാ അധികാരത്തിലേക്കുള്ള പണി പണ്ട് തൊട്ടേ തുടങ്ങി. ഇദ്ദേഹം ഈ കൈകാര്യം ചെയ്യുക പുള്ളിക്കാരയിലേക്ക് എന്താ പറയാ, നേതൃത്വം എന്ന് പറഞ്ഞാൽ അടിക്കുക, ഇടിക്കുക, കുത്തുക, വെട്ടുക. പുള്ളിക്ക് മണ്ട കൊണ്ടുള്ള പണിയല്ല, ഗുണ്ട കൊണ്ടുള്ള പണിയാണ്. ജയരാജേട്ടൻ ആ വിളിയിൽ പുള്ളി അഭിരമിച്ചു പോയി. പുള്ളി ഈ അധികാരത്തെക്കാൾ പുള്ളിക്ക് രസമായി തോന്നിയത് ഈ പറയുന്ന ഗൂണ്ടാ രാഷ്ട്രീയമാണ്. ഗൂണ്ടാ രാഷ്ട്രീയം എന്നുള്ള
ഇതാണ്. പിന്നീട് പുള്ളിക്ക് ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പുള്ളിയുടെ നെഞ്ചുവിനൊക്കെ അഭിനയിക്കേണ്ടി വന്നു. പുള്ളിക്ക് പിടിച്ചോണ്ട് പോകുന്നു തോന്നി. പുള്ളിക്ക് പിടിച്ചോണ്ട് പോകുന്നുള്ള ഒരു തോന്നലൊക്കെ വന്ന് ഇത് അപ്പം നമ്മൾ ഈ ജയരാജത്രയത്തിലെ ഒരു MV ജയരാജൻ പറഞ്ഞിരിക്കുന്നത് പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതർ ഇടതുപക്ഷമെന്ന കരുതുന്ന ഗ്രൂപ്പുകളെ നമ്മൾ കരുതിയിരിക്കണം. കാരണം ഇപ്പൊ ഈ പിള്ളേരെല്ലാം സോഷ്യൽ മീഡിയ തന്നെയാണ്, ഒരു പണിക്കും പോകുന്നില്ല. 2021 പറഞ്ഞ വാക്കുകൾ. അതെ, ഒരു പണിക്കും പോകുന്നില്ല, എല്ലാ പിള്ളേരും സോഷ്യൽ മീഡിയ തന്നെയാണ്. ഈ 10ാം ക്ലാസ്സിലുള്ള കൊച്ചും 1ാം ക്ലാസ്സിലുള്ള കൊച്ചും 5ാം ക്ലാസ്സിലുള്ള, ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഒരു 5ലോ 10ലോ ഉള്ളൊരു കുട്ടി, 5ലോ 2ലോ ഉള്ളൊരു കുട്ടി, ഒരു ആപ്പ് ഉണ്ടല്ലോ എനിക്കറിയില്ല, എങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാം, വേറൊരുത്തന്നെ എങ്ങനെ നിക്കർ കഴുകാം, കാര്യത്തില് എല്ലാവരും ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. യൂട്യൂബ് അത് ഇതൊക്കെ തുടങ്ങി ഇയാൾ പറയുന്നുണ്ട് ഈ പിള്ളേരെല്ലാം സോഷ്യൽ മീഡിയയിലാണ്. ഇത്തരത്തിലുള്ള പേജുകൾ നമുക്ക് വലിയ ഹാനി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ ഹാനി ഉണ്ടാക്കുന്നു ഷാമിനെന്ത് തോന്നുന്നത്? നമ്മളെ ഈ ക്യാപ്സ്യൂൾ കണക്കെ നമ്മുടെ എന്താണ് ഓരോ നിലപാടുകൾ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. പുള്ളി ഇന്നലെ ഒന്ന് പറയും, ഇന്നൊന്ന് പറയും. ഇന്നലെ പറയും ക്യാപ്സ്യൂൾ കണക്കെ ഫേസ്ബുക്ക് പേജുകളിലും. പുള്ളിക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയുടെ ബലം അറിഞ്ഞിട്ടില്ല പുള്ളി. അതുകൊണ്ടാണ് പുള്ളി ഒരു പബ്ലിക് ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിൽ ആരെല്ലാം ഉണ്ടായിരിക്കും. അതിൽ പോയിട്ട് കൊടുത്തു നമ്മളെല്ലാം ക്യാപ്സ്യൂൾ കണക്കിന് എത്ര നാളും പെട്ടെന്നറിയാം, ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുകയാണ്. അത് തന്നെ. അതുകൊണ്ട് എന്നിട്ട് പുള്ളിക്ക് സോഷ്യൽ മീഡിയയുടെ ബലം മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ ഇപ്പം ധനുഷ് പറഞ്ഞല്ലോ, ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്നു. അവരെ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. അവരുടെ കാണാൻ നമ്മൾ ഇതൊന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ അവർ നിങ്ങളെന്തിനാണ് 10ാം ക്ലാസ് പഠിക്കുന്നത് മൊബൈൽ എടുത്തതെന്നൊക്കെ ചോദിച്ചാൽ അവർ നമ്മളെ കത്തിക്കും തീയിട്ട് പൊടാന്ന് പറയും. ഇപ്പൊ പിള്ളേരൊക്കെ വേറെ ലെവലായി പോയി. അത് അവരുടെ ജനറേഷന്റെ പ്രത്യേകതയാണ്, അത് അംഗീകരിക്കാന്നുള്ളൂ. UKG പോയിട്ട് വരുന്ന എൻ്റെ കസിൻ്റെ കുട്ടികളൊക്കെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പണ്ടൊക്കെ നമ്മൾ എന്താ ചോദിക്കുന്നത്, ഗോതമ്പൂട്ടിൻ്റെ കൂടെ പഴം വരെ വിത്ത് ഞാൻ കിട്ടുമെന്നൊക്കെ അല്ലേ ചോദിക്കുന്നത്. ഇവര് ചോദിക്കുന്നത് മാമ സ്മാർട്ട് വാച്ച്, യെസ് പെന്ന്, ഇതൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ മൊബൈൽ ഓണാക്കി വെച്ച് കൊടുക്കണം. അതൊരു തെറ്റായ പ്രവണതയാണ്. പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞ് കരയായി ഇരിക്കത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വേറൊരു കാര്യമുണ്ട്. തെറ്റായ പ്രവണതയല്ല, കുറച്ച് കഴിയുമ്പോൾ അമ്മ ഈ മൊബൈൽ എടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കുമ്പോൾ കുഞ്ഞു കിടന്ന് കരയും. അപ്പൊ വീണ്ടും മൊബൈൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും മൊബൈൽ ഉപയോഗിച്ചെല്ലാം പറ്റും, വേറെ മാർഗ്ഗമില്ല. അത് പോട്ടെ, നമ്മൾ ജയരാജൻ മറ്റേ പോരാളിയിലേക്ക് വരാം. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒറ്റ നോട്ടത്തിൽ ഇടതുപക്ഷം എന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും അതെല്ലാം വിലക്കെടുക്കപ്പെട്ട ഗ്രൂപ്പുകളാണ് എന്നാണ് ജയരാജൻ പറയുന്നത്. ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ്. അതിൽ പോരാളി ഷാജിയെയും നമ്മുടെ പാവപ്പെട്ട പോരാളി ഷാജിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വേറെ വിഷമമുണ്ടാക്കുന്ന കാര്യം. കാരണം പോരാളി ഷാജി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി. എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല പോരാളി ഷാജി ഇടതുപക്ഷ വിരുദ്ധമാണെന്ന്. ഇടതുപക്ഷം തന്നെയാണ് പോരാളി ഷാജി പ്രതിനിധാനം ചെയ്യുന്ന ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ പോരാളി ഷാജി റഹീമിനെതിരെ പറയേണ്ടതാണെന്നാണ് എൻ്റെ ഇവര് പറയുന്നത്. പാർട്ടി തലത്തിൽ പാർട്ടി ഘടകങ്ങളിലാണ് അറിയിക്കേണ്ടത്, വിമർശനം ഉന്നയിക്കേണ്ടത് പാർട്ടി ഘടകങ്ങളിലാണ്. പാർട്ടി ഘടകം എന്ന് പറയുന്നത് പണ്ടായിരുന്നു പാർട്ടി ഓഫീസിൽ പോയി കമ്മിറ്റി കൂടി വിമർശനം ഉന്നയിക്കുന്ന പരിപാടി. ഇത് കാലം മാറി, ഇതെന്താ ഇവർക്ക് മാറാത്തേ? ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും പാർട്ടി വിമർശനം ഉന്നയിക്കുക. അത് കാലത്തിനനുസരിച്ച് ഇത് മാറ്റം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് അവിടെ പോകും. പിന്നെ വേറൊരു കാര്യമുണ്ട് ഷമി, അതായത് ഈ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ച നടക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ് ഷമിന് അറിയാമോ? അത് ഫേസ്ബുക്ക് അല്ല, ഇൻസ്റ്റാഗ്രാം അല്ല, മറിച്ച് ട്വിറ്ററാണ്. ഈ ട്വിറ്ററിനകത്ത് ഇവർക്ക് ശക്തിയില്ല, ആരുമില്ല. ട്വീറ്റ് ചെയ്യാൻ അവർക്ക് അറിയില്ല, ട്വിറ്ററിനകത്ത് അവർക്ക് ശക്തിയില്ല. CPM-ന്റെ ഏത് നേതാവുണ്ട് ട്വീറ്റ് ഇന്ന ആളുടെ ട്വീറ്റ് വന്നു മുഹമ്മദ് റിയാസ് ട്വീറ്റിൽ കുറിച്ചു എവിടെയെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കും, മലയാളം നല്ലൊരു വാർത്തയ്ക്കകത്ത് വന്നിട്ട്. ട്വിറ്ററിൽ എക്സ് ആയി ഇപ്പം, ട്വിറ്ററിലെ എക്സിൽ കുറിച്ചു. ഒരു വാർത്തയും കാണാൻ സാധിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞത്, ഞാൻ പലപ്പോഴും വാർത്തകൾ എടുക്കുന്നത് പോലും ഈ എക്സ് ഒക്കെ നോക്കിയിട്ടാണ്. എക്സ് ആണ് ഇപ്പം എനിക്കൊരു വാർത്ത കിട്ടിയത്, ഞാൻ പറഞ്ഞുതരാം. സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ സുരേഷ് ഗോപി പിണങ്ങി നിൽക്കുന്നു, രാജിവെച്ചേക്കുന്നൊക്കെ പറഞ്ഞപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ സുരേഷ് ഗോപി എക്സ് നോക്കിക്കൊണ്ടു. സുരേഷ് ഗോപി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സിൽ പോസ്റ്റ് ഇട്ടു, പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരു നമ്മളാ വാർത്ത എടുത്താൽ തീന്നാ. അതെ, ആ വാർത്ത അത് ഇവരത് നോക്കത്തില്ല. ഇവരുടേതാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലെ വലിയ മുട്ടക്കാട്ടം സാഹിത്യം കലർന്ന പോസ്റ്റ് നോക്കിയിരിക്കേണ്ടി വരും. വലിയ സാഹിത്യമൊക്കെ കലർത്തി ഇവർക്ക് എഴുതാനല്ലേ അറിയുക. അല്ലെങ്കിൽ ഇവർക്ക് എക്സിൽ ചുരുക്കി എഴുതാറുണ്ട്. എക്സിൽ ഇനി ഇവിടെയുള്ള CPM നേതാക്കൾ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ബിന്ദു എഴുതിയതുപോലെ ഐ ക്യാരി മൈ ഹൗസ് ഓൺ മൈ ഹെഡ് എന്നൊക്കെ എഴുതേണ്ടി വരും. അങ്ങനത്തെ രീതിയിലായി പോകും. അല്ല, എക്സിൽ ഇവർക്ക് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അല്ല, എക്സിൽ ഇവർക്ക് യാതൊരുവിധ ശക്തിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇവർ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക, നല്ലപോലെ എക്സ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. ഫേസ്ബുക്കിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു.
ഫേസ്ബുക്കിൽ ഇപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നത്. യുവതലമുറ എന്ന് പറയുന്ന യുവതലമുറ മുഴുവനും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും എക്സിലുമാണ്, പിന്നെ യൂട്യൂബിലും, ഇതിലും രണ്ടിലുമാണ്. ഇവരിപ്പോഴും ഫേസ്ബുക്കിൽ അഭിരമിക്കുകയാണ്. ഇപ്പോൾ ഓർക്കുട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, പക്ഷേ അവരറിയാം. ഓർക്കുട്ട് ഒരു സമയം വരെ ഫേസ്ബുക്ക് പോലെയായിരുന്നു. അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൻ്റെ കാലം ഫേസ്ബുക്ക് ഇപ്പോൾ പതുക്കെ ലോപിച്ച് വരികയാണ്. അതുപോലെ ഓർക്കുട്ട് ഇപ്പം നശിച്ച് നാറാണക്കല്ലെടുത്ത് കഴിഞ്ഞു. അതുപോലെ പക്ഷേ എക്സ് അങ്ങനെയല്ല. എക്സ് കൃത്യമായിട്ട് നിലനിൽക്കും. കൃത്യമായിട്ട് എക്സിലെ കാര്യങ്ങളൊക്കെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഇവർക്ക് അതിനകത്ത് ബലമില്ല. അത് BJP-ക്കാർ മുഴുവനും എക്സിലാണ് സകല കാര്യങ്ങളും നടത്തുന്നത്. സകല രാഷ്ട്രീയ പ്രവർത്തനവും അതിനകത്താണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ അവർ തന്നെ നയിക്കുന്നത്. ഒളിച്ചിരുന്നുള്ള പണിയൊന്നുമില്ല. പോരാളി ഷാജിയെ പോലെ ഒളിച്ചിരുന്നുള്ള പണിയൊന്നും ഇല്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് തന്നെ ഇത്ര ലക്ഷം വാട്സപ്പ് ഗ്രൂപ്പുകൾ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഉത്തർപ്രദേശിൽ മാത്രം 15 ലക്ഷത്തോളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു സംവിധാനം ഇവിടെ ഇല്ലാതെ ഇതുപോലെയുള്ള ആരെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ ഇവർക്ക് വേണ്ടി, ഈ ഗ്രൂപ്പ് മാത്രമല്ല ഇവർക്ക് വേണ്ടി ഓശാന പാടുന്ന പല തരുണീമണികളുമുണ്ട്. അറിയാലോ, തരുണീമണികളുണ്ട് ഇവർക്ക് വേണ്ടി ഓശാന പാടുന്ന. ആ തരുണീമണികൾക്കെതിരെ കേസുകളുമുണ്ട്. ആ തരുണീമണികൾക്ക് പല വട്ടപ്പേരുകളുമുണ്ട്. അവരെ പക്ഷേ ഇവർ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. ഇനി എന്നാണ് അവരെ കൂടെ തള്ളി പറയുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഈ തരുണീമണികൾ എന്താണ്, CPM ആണ്, അവർക്ക് വേണ്ടി ഓശാന പാടുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ ഈ പോരാളി ഷാജി ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ തന്നെയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ബോറടിപ്പിക്കത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം. ഈ തരുണീമണിയുടെ അമ്മായി അച്ഛനെ ഞാൻ ഒരിക്കൽ കണ്ടു. ശരി, ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിന്റെ കാര്യം പറഞ്ഞത്. ഇവരുടെ കേസിനെ കുറിച്ചുള്ള ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലുമ്പോൾ ആ മനുഷ്യൻ കല്ല് ചുമക്കുകയാണ്. അത് ശരി, സിമെന്റ് കല്ല്, സിമെന്റ് കോൺക്രീറ്റ് കല്ലുണ്ടല്ലോ, അത് ചുമന്ന്. പക്ഷെ തരുണിമണി ഇപ്പോ ആപ്പിൾ ഫോണ്, ആപ്പിൾ അല്ല, അദ്ദേഹം എന്താ മീഡിയക്കാരിൽ അവിടെ ചെന്ന് ആരോ പറഞ്ഞു കൊടുത്ത് ഇദ്ദേഹം പിന്നെ കോടാലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കോടാലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഇദ്ദേഹം അവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഈ തരുണിമണിയുടെ അമ്മായി ചെന്ന് പറയുമ്പോൾ വലിയ സംഭവം എന്ന് വിചാരിച്ചു. വലിയ ഇതിലാണ്, വലിയ നിലയിലായിരിക്കും. ഇവിടുന്ന് മീഡിയക്കാരുടെ നിലയിലാണ്, 15ാമത്തെ നിലയെന്ന് കലിഞ്ഞു നോക്കിയാൽ രണ്ട് നില. അപ്പോൾ ഈ പാവപ്പെട്ടി നമ്മൾ ഇവിടുന്ന് ചാനലുകളുടെ എന്താ പറയുക കോൺവോയ് പോയിക്കൊണ്ടിരിക്കുക, നിരന്നെല്ലാം കൂടെ അവിടെ കൊണ്ടുവന്ന് ചവിട്ടി ഇദ്ദേഹം ഒരു തൊഴിവെക്കാം. എൻ്റെ പൊന്നു മോനെ, അവളും അവനും കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ കല്ല് ചുമക്ക് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെ ഇവിടെ വന്നാൽ എൻ്റെ ജോലി പോകും. ഇനി എന്നാണ് ഇവർ ഈ തരുണീമണിയെ കൂടെ തള്ളിപ്പറയുന്നതെന്ന് അറിഞ്ഞൂടാ. കാരണം തരുണീമണി കൊണ്ടുപിടിച്ച ഇടതുപക്ഷക്കാരിയാണ്. ഈ തരുണീമണി എന്നാണ് കൊണ്ടുപിടിച്ച ഇടതുപക്ഷക്കാരിയാണ്. എന്നാണ് ഈ തള്ളി. എന്തായാലും ജയരാജന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തു വന്നല്ലോ ആണാണ് അല്ലേ? അപ്പോൾ കൊണ്ടുപിടിച്ച പ്രസ്താവനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്താ പറയുക, പാർട്ടി ഇപ്പോഴും ശക്തമാണ് എന്ന് കാണിക്കാനും ഈ തോൽവിയുടെ കാരണം ഇതുപോലുള്ള ചെറിയ ചെറിയ കാരണങ്ങളാണ്. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട്. യഥാർത്ഥ തോൽവിയുടെ കാരണം ഇവർക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. ആ പിടികിട്ടാത്തടത്തോളം കാലം ഇവരിങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കും. അവർ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റോഡിൽ പോകുന്നവരുടെയൊക്കെ നേരെ പോയി എന്താ പറയുക, ഇതില്ല പോകുന്നവനാണ് ഇതിൻ്റെ കാരണക്കാരൻ, അവനാണ് ഇവനാണ് മറ്റാണ് മറിച്ചാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് തോൽവിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ട് തോറ്റു അതിപ്പോഴും ഒരു സന്ദേശ സിനിമയിലിരിക്കുകയാണ്. ശങ്കരാടിയാണ് ഇവരിപ്പോഴും.